നമസ്കാരം. സിംഗിൾ പേഴ്സൺ ബിസിനസ് ഇന്ന് പലരും അഡോപ്റ്റ് ചെയ്യുന്ന, നാളെ ഒത്തിരി ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് സ്ട്രക്ചറാണ് സിംഗിൾ പേഴ്സൺ ബിസിനസ്. ഈ വീഡിയോയിലൂടെ എന്താണ് സിംഗിൾ പേഴ്സൺ ബിസിനസ്, ഏതെല്ലാം ബിസിനസ് രീതികൾക്ക് ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് പറയുന്ന സ്ട്രക്ചർ അനുയോജ്യമാവും, കേരളത്തിൽ ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിക്കാം. ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സും വൺ പേഴ്സൺ കമ്പനിയും രണ്ടും ഒന്നാണോ? ഏകദേശം പേരുകൾ തമ്മിൽ വലിയ സാമ്യമുണ്ട് അല്ലേ? പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ സ്ട്രക്ചറാണ്. OPC ഇസ് എ ലീഗൽ സ്ട്രക്ചർ. ദാറ്റ് മീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾക്ക് അറിയാലോ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ 2 ഷെയർ ഹോൾഡേഴ്സ് ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് 2 ഓണേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ വൺ പേഴ്സൺ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറേ ഉണ്ടാവത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഓണറേ ഉണ്ടാവത്തുള്ളൂ. ബാക്കി എല്ലാം ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ സെയിം രീതികൾ തന്നെയാണ്. അതായത് ഇയർലി വരുന്ന ഓഡിറ്റിംഗ്, IT ഫയലിംഗ്സ്, ROC ഫയലിംഗ്സ് ഇതെല്ലാം സെയിം ആണ്. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. സെയിം രീതി തന്നെയായിരിക്കും വൺ പേഴ്സൺ കമ്പനിയിൽ. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർഷിപ്പിൽ മാത്രമാണ് ഒരു ഓണറേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ടുള്ള സിംഗിൾ പേഴ്സൺ ബിസിനസ്സിനകത്ത് അങ്ങനെ മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടാവത്തില്ല. ഒരു എംപ്ലോയി ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓണറേ ഉണ്ടാവത്തുള്ളൂ. ആ ഓണർ തന്നെയായിരിക്കും അതിൽ എംപ്ലോയി എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ഈ വൺ പേഴ്സൺ അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ബിസിനസ്സും പ്രൊപ്പറേറ്റർഷിപ്പും അങ്ങനെയാണെങ്കിൽ സെയിം ആണോ? അല്ല. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തും ഒരു ഓണറേ ഉണ്ടാവത്തുള്ളൂ. അയാളുടെ ഫണ്ട് വെച്ചുകൊണ്ട് അയാൾ ബിസിനസ് ആരംഭിക്കുന്നു. എന്നാൽ മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടാവാം, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവാം. പക്ഷേ ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സിനകത്ത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവത്തില്ല, ഒരു എംപ്ലോയി ഉണ്ടാവത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരാളായിരിക്കും ആ ബിസിനസ് ടോട്ടലി ഓപ്പറേറ്റ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും. അപ്പോൾ ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സും ഫ്രീലാൻസിങ്ങും സെയിം അല്ലേ? അല്ല. ഫ്രീലാൻസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് സ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ഇലസ്ട്രേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സ്കില്ലുണ്ട് എങ്കിൽ ആ സ്കില്ല് മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവർ ബേസ് ചെയ്തിട്ടോ അല്ല എങ്കിൽ ടാസ്ക് ബേസ് ചെയ്തിട്ടോ നിങ്ങൾ വിൽക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ഫ്രീലാൻസിങ്. അപ്പം നിങ്ങളൊരു ടാസ്ക് ഏറ്റെടുക്കുന്നു, 1 മണിക്കൂറിനോ ആയിരിക്കും നിങ്ങൾ പേയ്മെന്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ പേയ്മെന്റ് വാങ്ങുക, ആ ടാസ്കിനായിരിക്കും പേയ്മെന്റ് വാങ്ങുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ സമയം അല്ലെങ്കിൽ എഫേർട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നു, അതിൽ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നു. ഇതാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. പക്ഷേ സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ നിങ്ങൾക്കൊരു സ്പെസിഫിക് മേഖലയിലുള്ള സ്കില്ല് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ വരുന്നില്ല. നിങ്ങൾ സാധാരണ പോലൊരു ബിസിനസ് തന്നെയായിരിക്കും റൺ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു ഓണർ ആയിരിക്കും ഉണ്ടാകുന്നത്, നിങ്ങൾ മാത്രമായിരിക്കും. ഒരു എംപ്ലോയി ആയിരിക്കും ഉണ്ടാകുന്നത്, അതും നിങ്ങൾ മാത്രമായിരിക്കും. റൈറ്റ്. ഫ്രീലാൻസിങ്ങിനെ ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് സ്കെയിലപ്പ് ആണ്. നമുക്ക് ഈ ഫ്രീലാൻസിങ് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഒരു വ്യക്തിക്ക് എഫേർട്ട് എടുക്കുന്നതിൽ ലിമിറ്റ് ഉണ്ട്, ഒരു വ്യക്തിക്ക് പണിയെടുക്കുന്നതിൽ ലിമിറ്റ് ഉണ്ട്, ഒരു വ്യക്തിയുടെ സമയത്തിന് ലിമിറ്റ് ഉണ്ട്. റൈറ്റ്. പക്ഷേ ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ്സിനകത്ത് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. സ്കെയിലപ്പ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ. ഒരു ബേസിക് ഐഡിയ മനസ്സിലായല്ലോ. വരുന്ന മിനിറ്റുകളിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഒരു ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓഫീസിന്റെ വലിപ്പത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലെ എംപ്ലോയീസിന്റെ എണ്ണത്തിലോ അല്ല. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു അല്ലേ? എത്ര സ്ക്വയർ ഫീറ്റിൽ ഓഫീസാണ്, അല്ലെങ്കിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ബിസിനസിന്റെ വളർച്ചയെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത് പ്രോഫിറ്റിലാണ്, റവന്യൂലല്ല, അല്ലെങ്കിൽ ടേൺ ഓവറിലല്ല, എത്ര വിൽപ്പന നടത്തി എന്നുള്ളതിലല്ല, എത്ര പൈസ ലാഭമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ബിസിനസിന്റെ വളർച്ച എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പല ബിസിനസ്സിനും കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുണ്ടാവും, സെയിൽസ് ഉണ്ടാവും. പക്ഷെ അവസാനം കൂട്ടിയും കിഴിച്ചൊക്കെ നോക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. പ്രോഫിറ്റ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അപ്പം എത്ര സെയിൽസ് ടേൺ ഓവർ ഉണ്ടായി എന്നുള്ളതിലല്ല, എത്ര എല്ലാ ചെലവുകളും കഴിച്ച് ബാക്കി പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിലാണ് ഒരു ബിസിനസിന്റെ വളർച്ച ഇന്നത്തെ കാലത്തുള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷന് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ്സിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുന്നത്. ഏതൊരു ബിസിനസ്സിലും പ്രോഫിറ്റ് വർദ്ധിക്കുന്നത് അവിടുത്തെ ഫിക്സഡ് എക്സ്പെൻസസ് കുറയുന്ന സമയത്താണ്. ഫിക്സഡ് എക്സ്പെൻസസ് എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്ന, സ്ഥിരമായിട്ട് കൊടുക്കുന്ന പ്രോഫിറ്റ്, ഈ സെയിൽസ് ഉണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന ആ ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ എക്സ്പെൻസ് കുറയുന്ന സമയത്താണ് പ്രോഫിറ്റ് കൂടുതൽ വർദ്ധിക്കുന്നത്. ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫിക്സഡ് എക്സ്പെൻസസ് നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റും വളരെ കൂടുതലായിരിക്കും.
ഇന്ന് ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സിന് സാധ്യതകൾ കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് സെയിൽസ് ഫോഴ്സിന് കിട്ടാനില്ല എന്നുള്ളതാണ്. ജെൻസി കുട്ടികളൊന്നും ഇന്ന് പണിയെടുക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ വലിയ ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള വർക്ക് ഫോഴ്സിനെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ ലിമിറ്റേഷനാണ്. സോ ഈ ഒരു ലിമിറ്റേഷനെ നമുക്ക് ഒരു പോസിബിലിറ്റി ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ലീഗൽ സ്ട്രക്ചറാണ്. ലീഗൽ സ്ട്രക്ചർ എന്ന് പറയാൻ കഴിയുന്ന ഒരു ബിസിനസ് സ്ട്രക്ചറാണ് സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ന് ഓട്ടോമേഷൻ ടൂൾസ് ആണെന്നുണ്ടെങ്കിലും AI ടൂൾസ് ആണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ തന്നെ വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് കഴിയും. സോ ഈ 2 കാര്യങ്ങൾ, ഒന്ന് സെയിൽസ് ഫോഴ്സിന്റെ ലഭ്യത കുറവും, മറ്റൊന്ന് ഓട്ടോമേഷൻ ടൂൾസിന്റെയും AI ടൂൾസിന്റെയും വരവും ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസിന്റെ വളർച്ചയ്ക്കുള്ള വലിയൊരു കാരണമായിട്ടുണ്ട്. ഏതെല്ലാം തരം ബിസിനസ്സുകൾക്കാണ് ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ അനുയോജ്യമായിട്ടുള്ളത് നോക്കാം. വർക്ക് ഫോഴ്സിന്റെ ആവശ്യം അധികമില്ലാത്ത ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പലപ്പോഴും വർക്ക് ഫോഴ്സ് വളരെ അധികം രീതിയിൽ ആവശ്യമായിട്ട് വരും. അത്തരം ബിസിനസ്സുകൾക്ക് ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ് അനുയോജ്യമാവത്തില്ല. വർക്ക് ഫോഴ്സ് കുറവുള്ള ഏതൊരു ബിസിനസ്സിനും ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അനുയോജ്യമാകും. ഉദാഹരണത്തിന് കൺസൾട്ടിങ് മേഖല, എഡ്യൂക്കേഷൻ മേഖല, അല്ലെങ്കിൽ ഈ വൈറ്റ് ലേബിൾ ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾക്ക്, ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള രീതിയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം സെല്ല് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക്, ഇത്തരം ബിസിനസ്സുകൾക്ക്, അതായത് ഹ്യൂമൻ എഫേർട്ട് കുറവായിട്ടുള്ള ഏതൊരു ബിസിനസ്സിനും ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അനുയോജ്യമാവും. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിലൊരു സിംഗിൾ പേഴ്സൺ ബിസിനസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? ഒരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പേഴ്സൺ ബിസിനസ് ഞാൻ ഇത്ര നേരം പറഞ്ഞല്ലോ, അതായത് ഒരു എംപ്ലോയി, ഒരു ഓണർ എന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഓൾ ഇൻ ഓൾ. ഇത്തരത്തിലൊരു സ്ട്രക്ചർ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായിട്ടും റൺ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി സാധ്യമല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ഈസി ആയിട്ട് നമുക്കത് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവിടെ ചില കോംപ്രമൈസുകൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ഓഫീസ്, അല്ലേ? അപ്പം ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ് ആവുന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റാഫുകളോ മറ്റൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് ആവശ്യമായിട്ട് വരത്തില്ല. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റെന്റ് കൊടുത്തുള്ള ഒരു ഓഫീസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നിങ്ങൾക്ക് വെർച്വൽ ഓഫീസ് സെറ്റ് ചെയ്യാം. നമുക്ക് എറണാകുളം ബേസ് ചെയ്തിട്ടും കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടും മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് വെർച്വൽ ഓഫീസ് സംവിധാനം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെർച്വൽ ഓഫീസ് എടുക്കാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം തോറും നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് ഒരു അഡ്രസ്സ് കിട്ടാനായിട്ട് നിങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് അവരുടെ റെന്റൽ എഗ്രിമെന്റ് കിട്ടും, ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. അതായത് ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കറസ്പോണ്ടൻസ് ലെറ്റേഴ്സ് മറ്റും വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവർ ഫോർവേഡ് ചെയ്ത് തരും, നിങ്ങൾക്കത് അയച്ചു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ള ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് ലഭിക്കും. ദറ്റ് ഈസ് വെർച്വൽ ഓഫീസ്. ഇത്തരത്തിലുള്ള വെർച്വൽ ഓഫീസ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇയർലി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിൻ്റെ പേയ്മെന്റ് നൽകേണ്ടത്. സോ ഇത്തരത്തിലുള്ള വെർച്വൽ ഓഫീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാം. സോ അവിടെ ഒരു ഫിസിക്കൽ ഓഫീസ് എടുക്കുന്ന ഒരു ഭീമമായിട്ടുള്ള ചെലവ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഇനീഷ്യൽ കൊടുക്കേണ്ട ഡെപ്പോസിറ്റ്, മന്ത്ലി കൊടുക്കേണ്ട വലിയൊരു റെൻറ്റ്, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല്, അതിൻ്റെ വാട്ടർ ബില്ല്, ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളെല്ലാം നിങ്ങൾക്ക്, ഇൻ്റർനെറ്റ് ബില്ല്, ഇതെല്ലാം നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതെല്ലാം നിങ്ങൾക്ക് പ്രോഫിറ്റിൽ ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി രണ്ടാമത് ഇതിൻ്റെ ലീഗൽ സ്ട്രക്ചറാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് തനിച്ച് ആരംഭിക്കാൻ കഴിയുന്ന 2 രീതിയിലുള്ള ലീഗൽ സ്ട്രക്ചറേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ഒന്ന് സോൾ പ്രൊപ്രേറ്റർഷിപ്പ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ കോർ ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്നു. എല്ലാ ലൈസൻസുകളും നിങ്ങളുടെ പേരിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും വെച്ചിട്ടായിരിക്കും നിങ്ങൾ ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്. അതുവഴിയായിരിക്കും എല്ലാ ട്രാൻസാക്ഷൻസും വരുന്നത്. വർഷം തോറും നിങ്ങളുടെ പേഴ്സണൽ ഇൻകം ടാക്സ് ഫയലിങ്സ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി നിങ്ങൾ ഫോം ചെയ്യുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ്. ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്കെയിലപ്പിന് ഇത് സാധ്യത നൽകത്തില്ല. നിങ്ങൾക്ക് ബിസിനസ് നല്ല രീതിയിലൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് സാധ്യമാകത്തില്ല. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തുമില്ല. നിങ്ങളൊരു എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഇനിഷ്യൽ ഒരു കടമ്പ കടക്കാനായിട്ട്, ഒരു ബിസിനസ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു മാർഗ്ഗം നോക്കാം. അതല്ലാതെ ഒരു എക്സ്പാൻഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ എടുക്കരുത്. ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്ട്രക്ചറിങ്ങിനെ കുറിച്ചിട്ട്. അതൊരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ തനിച്ച് ആരംഭിക്കാൻ കഴിയുന്നത്.
രണ്ടാമത്തേതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള 1% കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറേ അല്ല 1% കമ്പനി എന്ന് പറയുന്നത്. 1% കമ്പനി നിങ്ങൾക്ക് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾക്ക് ഫോം ചെയ്തുകൂടെ? കാരണം 1% കമ്പനിയിൽ നിങ്ങൾക്ക് 2 ആൾക്കാർ വേണം. എന്ന് വെച്ചാൽ ഒരാളെ നിങ്ങൾ നോമിനിയായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സെയിം എക്സ്പെൻസ് തന്നെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാൻ നിങ്ങൾക്ക് വരുന്നത്. അവർക്കൊരു 1% വെച്ച് ഷെയർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാം. മാത്രമല്ല ആ ഒരു സ്ട്രക്ചർ ഞാൻ ഇന്ന് അങ്ങനെ നിങ്ങൾ പുറമേ നിന്ന് ഫണ്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് ലോൺ അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഷെയർസ് കൊടുത്തുകൊണ്ട് ഫണ്ട് സ്വീകരിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഞാൻ എടുക്കാനായിട്ട് പറയുന്നത്. മറ്റൊരു വിഷയം. അപ്പം ഈ 2 സ്ട്രക്ചറിലാണ് നമുക്ക് ഇന്ത്യയിൽ ഈ പറയുന്ന ഒരാൾക്ക് ബിസിനസ് ആരംഭിക്കാനായിട്ട് കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഗൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ള പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ സാധാരണ ഒരു പാർട്ട്ണർഷിപ്പോ നിങ്ങൾക്ക് ഫോം ചെയ്യാം. LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും ചെറിയൊരു ശതമാനം കോൺട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു LLP എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാം. അവിടെ 2 പേര് ആവശ്യമാണ് എഗെയിൻ, പക്ഷേ മെജോറിറ്റി എല്ലാ ഡിസിഷൻസും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എടുക്കാവുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് എഗ്രിമെൻറ്റിനകത്ത് എഴുതി ചേർക്കാനായിട്ട് കഴിയും. സോ ഒരു LLP എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾക്കിവിടെ ഫോം ചെയ്യാം. അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രക്ചേഴ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഇതിൻ്റെ ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസ് നമുക്ക് ജനറലായിട്ട് കുറച്ച് സ്റ്റേജസ് അല്ലെങ്കിൽ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആ സർവീസ് ചെയ്തു കൊടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇത്തരം ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം. ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മൂന്നാമത്തേത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. നാലാമത്തേത് ഇതിൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അഞ്ചാമത്തേത് കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്തൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ കഴിയുന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു എംപ്ലോയി, നിങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് വേറെ എംപ്ലോയീസ് ഒന്നും ഇല്ല. അപ്പം ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും അതാണ് പറയുന്നത്. അതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് കഴിയും ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങളൊരു എഗെയിൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു വൈറ്റ് ലേബലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സ് ഒക്കെ ധാരാളം ഉണ്ട്. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ലേബലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരും. സോ അത്തരത്തിൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ സർവീസ് കൊടുക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ധാരാളം ലിങ്ക്ഡിനിൽ കാണാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഫ്രീലാൻസേഴ്സിന് നിങ്ങൾക്ക് ധാരാളം കാണാനായിട്ട് കഴിയും, അവരെ ഏൽപ്പിക്കാം. അപ്പം ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മാറിയിരിക്കും. നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണ് നോക്കിയിട്ടാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ അതൊന്ന് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് കഴിയും. 100% നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് കഴിയും. രണ്ടാമത്തേത് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. ഇവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഈ ഫൈനാൻസും അക്കൗണ്ട്സും എല്ലാം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം ബുക്ക് കീപ്പിങ്ങിന് ഡെയിലി വരുന്ന ഇൻകം എക്സ്പെൻസും മറ്റു കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് കീപ്പിംഗ്, കൊട്ടേഷൻ അയക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, ഇൻവോയ്സ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഹോ പോലുള്ള ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിരിക്കും. സോഹോയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് 1000 ഇൻവോയ്സ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ ഫ്രീ സാധനങ്ങളുടെ പുറകെ അധികം പോകരുത്. അതിൽ പോയിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് ഇതുവരെയായിട്ടും ഗുണം പിടിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫ്രീയുടെ പുറകെ, ഡിസ്കൗണ്ടിൻ്റെ പുറകെയൊക്കെ പോകുന്ന ആൾക്കാർ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ AI ടൂൾസിനും ഓട്ടോമേഷൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾ സൗജന്യമായിട്ട് എവിടെ കിട്ടും നോക്കിയിട്ട്, ചിലരൊക്കെ ഉണ്ട് ഈ പറയുന്ന ഒരു ഇമെയിൽ ID യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ അടുത്ത ഇമെയിൽ ID എടുത്തിട്ട് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടി. അതൊന്നും ഒരിക്കലും ഒരു ബിസിനസ്സുകാരന് ചേർന്നുള്ള പരിപാടിയല്ല. എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചോദിച്ച് പോകുന്ന പരിപാടി. പലരൊക്കെ അഗ്രസീവായിട്ട് ഡിസ്കൗണ്ട് ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്ന ബിസിനസ്സുകാരൊന്നും ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം പരിപാടികളൊക്കെ പോകരുത്. കാശ് കൊടുത്തുകൊണ്ട് അന്തസ്സായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇത്തരത്തിലുള്ള AI ടൂൾസ്, സോഹോ പോലെയുള്ള അക്കൗണ്ടിങ് ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒപ്പം ഇൻവോയ്സുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. അതൊന്നും വളരെ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്കും ഒപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫയലിങ്സും ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി GST പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫയലിങ്സ് എല്ലാത്തിനും വേണ്ടി നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി അക്കൗണ്ടിങ് ടീമിനെ, ഒരു CA കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു CA ഫേമിനെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയോ
ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഒരാളെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ അക്കൗണ്ടന്റിന്റെ ആവശ്യം പോലും ഇന്നത്തെ കാലത്ത് വരുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് മാനുവലി ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിനുള്ള ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂൾസ് ഒന്നാണ് സോഹോ പോലുള്ള വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂള്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈവൻ CRM പോലുള്ള കാര്യങ്ങൾ സോഹോയ്ക്ക് തന്നെ ഒരുപാടുണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ്, CRM ഉണ്ട്. അത്തരത്തിൽ അക്കൗണ്ട്സിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ട്. ഇൻവോയ്സിംഗ് ഉള്ള ടൂൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഈവൻ എംപ്ലോയീസ് ഒക്കെ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ ഈ പേറോളും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ എൻ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. നിങ്ങൾക്ക് ഓണായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ്ലി ചെയ്യുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതും ഈ പറയുന്ന മാർക്കറ്റിങ്ങിനും സെയിൽസിനുമാണ്. അതല്ല ഇപ്പം മാർക്കറ്റിംഗ് മേഖലയൊക്കെ ആണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടാവും. അവിടെ നിങ്ങൾ പലപ്പോഴും ഈ ടൂൾസ്, സോഫ്റ്റ്വെയർസ് എല്ലാം പഠിക്കേണ്ടതുണ്ടാവും. അതൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ തേർഡ് പാർട്ടീസ് നിന്ന് അവൈലബിൾ ആണ്. മാർക്കറ്റിംഗ് ടീംസിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന നല്ല നല്ല ആൾക്കാർ, നല്ല നല്ല പിള്ളേർ ഇന്ന് അവൈലബിൾ ആണ്. അവരെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം. ഇതൊക്കെ സ്വയം പഠിച്ചിരുന്ന് കുത്തിയിരുന്ന് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും നിൽക്കുക. ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യം കൂടിയാണത്. ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും സ്വയം പഠിച്ചിട്ട് അങ്ങ് ചെയ്യുക. അതൊന്നും അല്ല വേണ്ടത്. ബിസിനസ്സിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഒപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടാക്കുക, മാനേജീരിയൽ സ്കിൽ ഉണ്ടാക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അല്ലാതെ ടൂൾസ് പഠിച്ച് സോഫ്റ്റ്വെയർസ് പഠിച്ച് നിങ്ങൾ സ്വയം ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ചെയ്യുക. ഇതൊന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. ഇതൊക്കെ ചെയ്യാനായിട്ട് തേർഡ് പാർട്ടീസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ ഏൽപ്പിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, നല്ല കോണ്ടന്റ് ഇടാനായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. സോ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നാലാമത്തേത് സെയിൽസ്. ഒരിക്കലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇതാണ്. ഇത്തരത്തിലൊരു സിംഗിൾ പേഴ്സൺ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതും ഈ പറയുന്ന മാർക്കറ്റിംഗിൽ ഒരു ഭാഗം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, ഒപ്പം തന്നെ സെയിൽസിലും വിൽപ്പനയിലും കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനിലും. അവിടെയാണ് നിങ്ങൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യേണ്ടത്. ഒരിക്കലും അത് നിങ്ങൾ കാരണം ഇത്തരത്തിൽ സെയിൽസ് ഒക്കെ ചെയ്തു തരാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അതിലൊന്നും നിങ്ങൾ പോവരുത്. കാരണം മാർക്കറ്റിൻ്റെ പൾസ് നിങ്ങൾ ഡയറക്റ്റ്ലി മനസ്സിലാക്കണം. അതിന് നിങ്ങൾ തന്നെ ഡയറക്റ്റ്ലി ഇറങ്ങി തിരിക്കണം. സോ ഒരു സിംഗിൾ പേഴ്സൺ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസിലൊന്ന് സെയിൽസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ കൺട്രോൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ, കസ്റ്റമർ കെയർ. ഈ കസ്റ്റമർ കെയർ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതായത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആളല്ല. കാരണം ഒരു ബിസിനസ്സിലെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത് ആ ബിസിനസ്സിനകത്ത് തന്നെയുള്ള ആൾക്കാരാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ തന്നെയാണ്. സിംഗിൾ പേഴ്സൺ ബിസിനസ് ആവുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പ്രാക്ടിക്കലി എല്ലായ്പ്പോഴും നിങ്ങൾ ബിസിനസ്സിനകത്ത് അവൈലബിൾ ആയി എന്ന് വരത്തില്ല. അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ 1-2 ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സിംഗിൾ പേഴ്സൺ ബിസിനസ് അതേപടിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയത്തില്ല. പല കോംപ്രമൈസും വരുത്തേണ്ടതായിട്ട് വരും. ആ കോംപ്രമൈസിൽ ഒന്നാണ് ഇത്. നിങ്ങൾക്ക് AI ടൂൾസ് അല്ലെങ്കിൽ AI ബോട്ട്സിനെയൊക്കെ വെക്കാനായിട്ട് കഴിയും. കസ്റ്റമർ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഇപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു കസ്റ്റമർ ആയിരിക്കും, മീൻസ് ഒരു AI ബോട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അത് ഉത്തരം പറയുന്നു. പലപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാറില്ല. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കണമെന്നായിരിക്കും. ഇവിടെയും നമ്മുടെ കസ്റ്റമറും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു AI റോബോട്ടിനോട് സംസാരിക്കണമെന്ന് ഒരിക്കലും ഒരു കസ്റ്റമർ ആഗ്രഹിക്കത്തില്ല. കസ്റ്റമർ ആഗ്രഹിക്കുന്നത് നമ്മളോട് അല്ലെങ്കിൽ ഈ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കണം എന്നുള്ളതായിരിക്കും. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് അത്രത്തോളം വളർന്നിട്ടില്ല, ഡെവലപ്ഡ് ആയിട്ടില്ല. സോ കസ്റ്റമേഴ്സ് ഡെവലപ്ഡ് ആവുന്നത് വരെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്തരം ഈ കസ്റ്റമർ കെയറിൽ വ്യക്തികളെ തന്നെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് 1-2 ആൾക്കാർ നിങ്ങളില്ലാന്നുണ്ടെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരാളെയോ അല്ലെങ്കിൽ 2 ആളെയോ നിങ്ങൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അൾട്ടിമേറ്റ്ലി സിംഗിൾ പേഴ്സൺ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അവിടെ ഒരു ഓണറേ ഉണ്ടാവത്തുള്ളൂ, അത് നിങ്ങളാണ്. അവിടെ ഒരു എംപ്ലോയി ഉണ്ടാവത്തുള്ളൂ, അത് നിങ്ങളാണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് വരുത്തേണ്ടതായിട്ട് വരും. 1-2 ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്നു, മറ്റുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, റൈറ്റ്? കസ്റ്റമറിലേക്ക് നിങ്ങൾ പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു, നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യുന്നു, റൈറ്റ്? സോ ഇവിടെ സംഭവിക്കുന്നത് വലിയൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക്
കാരണം ഇത് ഒരു കണ്ടിജൻസി പീരീഡ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിൽ ഇന്നുള്ളത്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും യുദ്ധം ഉണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഫിക്സഡ് എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സുകാരനും ചെയ്യേണ്ട വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ സിംഗിൾ പേഴ്സൺ ബിസിനസ്സിനകത്ത് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നന്നേ കുറവാണ്, ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. സോ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പെൻസുകളെല്ലാം പ്രോഫിറ്റിനോടൊപ്പം ആഡ് ആയിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനായിട്ടും എക്സ്പാൻഡ് ചെയ്യാനായിട്ടും ടെൻഷൻ കുറച്ചുകൊണ്ടും ബിസിനസ് ചെയ്യാനായിട്ട് ഈ ഒരു മോഡൽ വഴി നിങ്ങൾക്ക് സാധിക്കും. ഒരു ഫൈനൽ നോട്ട്, വാൽകഷ്ണം, എല്ലാവർക്കും പറ്റുന്ന പരിപാടിയല്ല ബിസിനസ്. പലരും നിങ്ങൾക്കൊരു പക്ഷേ ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സെയിൽസ് ചെയ്യാൻ അറിയുന്നൊരു വ്യക്തിയായിരിക്കാം. അത്തരത്തിൽ അറിയുന്ന വ്യക്തികൾ നേരെ ബിസിനസ്സിലേക്ക് എടുത്ത് ചാടും. പക്ഷേ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് അവർ സ്റ്റക്കായി നിൽക്കും. അതിനപ്പുറത്ത് അവർക്ക് വളരാൻ കഴിയത്തില്ല. ബിസിനസ് അങ്ങ് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ബിസിനസ്സിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പല ബിസിനസ്സുകളും പരാജയപ്പെട്ടു പോകുന്നത്. പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് വേണം. പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കാനായിട്ടുള്ള സ്കില്ല് വേണം. ഫൈനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് വേണം. ആളുകളായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാനായിട്ടുള്ള സ്കില്ല് വേണം. ഈ സ്കില്ലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ചാടി കയറി എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് വിൽക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യരുത്. ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു പോക്ക് നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് സാധ്യമല്ല. തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയാൽ മതി എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നടക്കുന്ന കാര്യമില്ല. ബിസിനസ്സിലേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു പോക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ വൈസായി ഡിസിഷൻ എടുക്കുക, സ്കില്ലുകൾ റെഗുലറായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.